നമസ്കാരം. തന്റെ ജീവിതത്തിൽ വന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരി പ്രിയ മോഹൻ. ഫൈബ്രമോയാൾജിയ അഥവാ പേശിവാദം എന്നാണ് ആ രോഗാവസ്ഥയുടെ പേര്. അകാരണവും വിട്ടുമാറാത്തതുമായ പേശികളുടെയും സന്ധികളുടെയും വേദനയും ക്ഷീണവുമാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം. പിന്നെ ചലനശേഷി ക്രമേണ കുറയുകയും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാനാകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ കുഞ്ഞിന് ആഹാരം വാരിക്കൊടുക്കാൻ പോലും കൈ പൊങ്ങാത്ത അവസ്ഥ. കട്ടിലിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ, ഒന്ന് വസ്ത്രം മാറണമെങ്കിൽ, ഒന്ന് പുറം ചൊറിയാൻ പോലും പരസഹായം വേണം. ഒരു പ്ലേറ്റോ ഗ്ലാസോ പോലും കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ പലതവണ തോന്നിയെന്നും പ്രിയ പറയുന്നു. ഒരു ഹാപ്പി ഫാമിലി എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം ഭർത്താവ് നിഹാൽ പിള്ളയ്ക്കൊപ്പം പ്രിയ തുറന്നു പറഞ്ഞത്. ലോകത്ത് നിരവധി സ്ത്രീകൾ നേരിടുന്ന അവസ്ഥയാണിത്. എന്നാൽ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലുള്ള അവബോധമില്ലായ്മ രോഗത്തെ വഷളാക്കുമെന്നും പ്രിയ മോഹൻ വ്യക്തമാക്കി. ഒരു ദിവസം രാത്രി കുളിക്കുന്നതിനിടെ ബാത്റൂമിൽ ഞാൻ വീണു. സ്വയം എഴുന്നേൽക്കാൻ കഴിയാതെ വന്നതോടെ സഹായത്തിന് ഉച്ചത്തിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരും കേട്ടില്ല. പിന്നീട് ഏറെ ശ്രമിച്ചിട്ടാണ് എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. പിന്നീട് പലതവണ ഇത് ആവർത്തിച്ചു. പ്രത്യക്ഷത്തിൽ ശരീരത്തിൽ യാതൊരു കുഴപ്പവുമുള്ളതായി തോന്നിയില്ല. രക്തപരിശോധനയിലോ സ്കാനിങ്ങിലോ രോഗം കണ്ടെത്താൻ ഡോക്ടർമാർക്കും കഴിഞ്ഞില്ല. വിഷാദം, ഉറക്കമില്ലായ്മ, ക്ഷീണം, തളർച്ചയൊക്കെ ഈ ഒരു രോഗത്തിന്റെ ഭാഗമായി വന്നു. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് രോഗത്തെ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുന്നു. ഈ ഒരു രോഗത്തിന് ചികിത്സയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകതയെന്നും പ്രിയ കൂട്ടിച്ചേർത്തു. എന്താണ് ഫൈബ്രോമയാൾജിയ? ഇതൊരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോമാണ്. ഒരാൾക്ക് രോഗമുണ്ടെന്ന് തോന്നിയാലും പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അവസ്ഥ. വിഷാദ രോഗത്തിനോടും സമ്മർദ്ദത്തിനോടുമുള്ള ശാരീരിക പ്രതികരണമാണ് ഈ ഒരു രോഗം എന്ന് വിദഗ്ധർ പറയുമ്പോഴും രോഗത്തിന്റെ കൃത്യമായ കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ 3 മുതൽ 4% ആളുകളിൽ രോഗാവസ്ഥ കണ്ടുവരുന്നു. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. കൂടുതൽ സമയവും ഇരുന്ന് ജോലികൾ ചെയ്യുന്ന സ്ത്രീകളിൽ രോഗസാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ ഈ ഒരു രോഗമുള്ള രോഗികൾ പലപ്പോഴും കേന്ദ്ര നാഡീവ്യൂഹത്തിൽ ന്യൂറോ കെമിക്കൽ അസന്തുലിതാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഫൈബ്രോമയാൾജിയയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നായ ദേഹം മുഴുവനായുള്ള വേദന ന്യൂറോ കെമിക്കൽ അസന്തുലിതാവസ്ഥ കാരണമാണ് ഉണ്ടാകുന്നത്. തലച്ചോറിലെ കോശജ്വലന പാതകൾ ഇക്കാരണത്താൽ ത്വരിതപ്പെടുകയും അതുവഴി വേദന സംസ്കരണത്തിൽ അസാധാരണത്വം നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന ന്യൂറോ കെമിക്കൽ തകരാറുകൾ വ്യക്തിയുടെ മാനസികാവസ്ഥയെയും ഉറക്കത്തെയും ഉന്മേഷത്തെയും സ്വാധീനിക്കുന്നു. ഉന്മേഷരാഹിത്യം, തളർച്ച, ഉറക്കം സംബന്ധമായ പ്രശ്നങ്ങൾ രോഗികളിൽ ഒന്നിച്ചു കണ്ടുവരുന്നത് ഇത് കാരണമാണെന്നും പഠനങ്ങൾ പറയുന്നു. ഇതിന് പ്രതിവിധിയായി പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക, യോഗ, ഇതൊക്കെയാണ് പ്രിയ ഇപ്പോൾ ചെയ്യുന്നത്. എപ്പോഴാണ് രോഗം പൂർണ്ണമായും ഭേദമാകുന്നത് അറിയില്ലെന്നും നിഹാൽ പറയുന്നു. തെറാപ്പി, ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, തീവ്രത കുറഞ്ഞ വ്യായാമം, ആവശ്യമായ സപ്ലിമെന്റുകളൊക്കെ എടുക്കണമെന്നും ഇവർ പറയുന്നുണ്ട്.